രണ്ട് വീഡിയോ നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കാൻ വഴിയില്ല. കാരണം അത് KSUവിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വീഡിയോകളാണ്. ഇവിടെ കൃത്യമായ അജണ്ടകൾ പ്രവർത്തിക്കുന്നുണ്ട്. SFIനെ പഠിപ്പിക്കുക എന്നുള്ള അജണ്ട. അതിന് ക്ലാസ് എടുക്കാൻ വരുന്ന സ്മൃതി പരുത്തിക്കാട്, വിനു വി ജോൺ, PG സുരേഷ് കുമാർ. നമസ്കാരം. ഇന്ന് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഓർമ്മ ദിവസമാണ്. കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെന്ന് വെച്ചാൽ അത് മനോരമയെ കുറിച്ച് പഠിക്കുകയായിരിക്കും ശരിയെന്ന് തോന്നുന്നു. പ്രൊഫസർ എ ശ്രീധരമേനോൻ്റെ കേരളവും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള പുസ്തകമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല. എന്തൊരു കാര്യത്തിനെയും വഴിതെറ്റിച്ച് കൊണ്ടുപോകാനായിട്ട് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് പറ്റാറുണ്ട്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഏതെങ്കിലും ഒരു അടിസ്ഥാന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യയിലൊരു സമരം പ്രഖ്യാപിക്കുകയാണ്. വളരെ മുൻപേ പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ സംഘടനകൾ, CIT പോലുള്ള സംഘടനകൾ ഒരു സമരം പ്രഖ്യാപിക്കുകയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹർത്താൽ, അന്ന് ബന്ധായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അന്ന് ആർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വാർത്ത മുഴുവൻ അന്നത്തെ പ്രധാന വിഷയത്തിൽ നിന്ന് ചർച്ച മാറ്റി ആ ബന്ദിൽ ആ ഒരാൾക്കുണ്ടാവുന്ന വിഷമത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രധാന പരിപാടി കുറേ കാലങ്ങളായിട്ട് മാധ്യമങ്ങൾ ആഘോഷമായിട്ട് നടത്തുന്നുണ്ടായിരുന്നതാണ്. പിന്നെ ആ കാലം കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് 10-18ഓളം ഹർത്താലുകൾ 2 മാസത്തിനുള്ളിൽ ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു നാടകം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദേശീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം നടത്തുമ്പോൾ മിക്കതും അത് കേരളത്തിലായിരിക്കും വലിയ സമരങ്ങളായിട്ട് വരിക. അപ്പോൾ ഇവരെ മാധ്യമപ്രവർത്തകർ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യും. ബാംഗ്ലൂർ ഒരു സമരമില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ റിപ്പോർട്ട് പറഞ്ഞതിനിടയിലാണ് കാവേരി നദീജല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ കുറേ ബസ്സുകൾ കത്തിക്കുകയും വലിയ അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. 2-3 ദിവസം അടുപ്പിച്ചുള്ള ഹർത്താലാണ്. അവർക്ക് അവരുടെ വിഷയമാണ് പ്രധാനം. നമുക്കിപ്പോൾ നമ്മുടെ പോലെ ദേശീയ വിഷയങ്ങളെ അവിടെ ഏറ്റെടുക്കണില്ല എന്നേ ഉള്ളൂ. അവിടെയും ഇതൊന്നും ഇല്ലായില്ല. അപ്പോൾ മാധ്യമങ്ങളോടാണ് പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നുണ്ടായിരുന്ന എല്ലാവിധ പരീക്ഷകളും, അതിൽ പ്രധാനമായിട്ട് നീറ്റ് പരീക്ഷ, അതിൻ്റെ പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് മാത്രമല്ല, പലർക്കും ഗ്രേസ് മാർക്ക് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്നറിയാതെ വലിയ നിലയ്ക്കുള്ള പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ SFI ഒരു ബന്ദ് പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ചില അനിഷ്ട സംഭവങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വേറൊരു തരത്തിലുള്ള വാർത്തയാക്കി. അപ്പോഴും പ്രതിസ്ഥാനത്താരാണ്? SFI മാത്രമാണ്. SFI എന്നുള്ള 3 അക്ഷരം അത് മാധ്യമങ്ങളെ എത്രത്തോളം വെകിളിയാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ വാർത്തകളെ പിടിച്ചു നിർത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കാനായിട്ട് തുനിയുമ്പോഴും യഥാർത്ഥ വിഷയത്തിൽ നിന്ന് വഴിമാറി പോകുമ്പോഴും SFIയെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു പ്രകടനത്തിൻ്റെ ചിത്രം കാണണമെങ്കിൽ SFIയുടെ പേജിൽ കയറി നോക്കണം. നിങ്ങളെപ്പോലെ കൊട്ടേഷൻ എടുത്തിട്ട്, ഇപ്പോൾ പണ്ടാരോ പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്, ഗാന്ധിജി ബിർളയുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിയിട്ടാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയിരുന്നത്. ആരാ ഈ അടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശുദ്ധൻ 2020 സാബു ജേക്കബ് പറഞ്ഞ സമരത്തെ അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നത്തെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാനായിട്ട് മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ അഹംഭാവമായിട്ട് കൂട്ടുമ്പോഴും നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടുകയാണ് എന്നുള്ള സാമാന്യമായ സത്യം. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാം വെളിച്ചത്താണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീറ്റ് എക്സാം കേരളത്തിൽ ഒരു ചർച്ചയാക്കാതെ മാറ്റാനായിട്ട്, ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പാലങ്ങൾ ചർച്ചയാക്കാതെ രക്ഷപ്പെടുത്താനായിട്ട് മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനിക്കാം. ജനം അറിഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ബിജു പവിത്ര.